സ്പെയിൻ ഫാൻസിനും പോർച്ചുഗൽ ഫാൻസിനും ആഘോഷരാവാണ്. പക്ഷേ ഇവർ തമ്മിലാണ് ഇനി ഏറ്റുമുട്ടാൻ പോണത്. പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടാൻ പോണത് റൗണ്ട് ഓഫ് 16. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയ കൺഫ്യൂഷൻ ആവും അല്ലേ. ഞാൻ സ്പെയിൻ ഫാനാണ്, സ്പെയിൻ ജയിച്ച് കാണണമെന്നാണ് ആഗ്രഹം. പക്ഷേ CR7 കപ്പടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് രണ്ടും കൂടെ ഒത്തുപോകത്തില്ല. ആൻഡ് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ചിൽ ഇതുപോലത്തെ ഒരു ഡൈലമയായിരുന്നു നമുക്ക്. ശരിക്കും പറഞ്ഞാൽ CR7 കപ്പടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ലൂക്കാ മോഡ്രിച്ച് കപ്പടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ലാസ്റ്റ് ഡാൻസ് ആണ് രണ്ടുപേരുടെ. അങ്ങനെയുള്ളപ്പോഴത്തേക്കും രണ്ടുപേരും കുറച്ചുകൂടെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മൾ ഒരാളുടെ കൂടെ നിന്നില്ലേ. ഏതാണ്ട് പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഞാൻ സ്പെയിൻ്റെ കൂടെ നിൽക്കുള്ളൂ. പക്ഷേ സ്പെയിൻ ആക്ച്വലി ഡെലാഫുൻറ്റെ എന്ന് പറഞ്ഞ കോച്ചിൻ്റെ ടാക്ടിക്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടാക്ടിക്സ് ആണ്. ഇപ്പോൾ ഇറങ്ങിയ ടീമാണ്. സെക്കൻഡ് മാച്ചിലും ഗ്രൂപ്പ് സ്റ്റേജിൽ സെക്കൻഡ് മാച്ചിലും ഇറങ്ങിയ ടീം തന്നെ. അത് ഏറ്റവും ബെസ്റ്റ് ടീം അല്ലെങ്കിൽ ബെസ്റ്റ് ഫോർമേഷൻ ഫോർ സ്പെയിൻ. പെഡ്രോ പോറോ ഒക്കെ റൈറ്റ് ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അറ്റാക്കിൽ കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്യപ്പെടുകയാണ്. അത് മാത്രമല്ല ഡാനി ഓൾമോ സെൻട്രൽ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറേ ഇന്റർസെപ്ഷൻ സംഭവിക്കുന്നു. അലക്സ് ബീന ലെഫ്റ്റ് വിങ്ങിൽ വരുന്നു. ആൻഡ് സെൻട്രലിൽ നിൽക്കുന്ന ഒയർസബാളിന് ചാൻസസ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു. പ്രഷറൊന്നും ഇല്ല, പുള്ളിക്കാരൻ സ്ട്രൈക്കറാന്നുള്ളൊരു തോന്നലൊന്നും ഇല്ല. ആക്ച്വലി പുള്ളിക്കാരൻ സ്ട്രൈക്കറല്ല, ഒരു സ്ട്രൈക്കറായി കൺവേർട്ട് ചെയ്യപ്പെട്ട പ്ലെയറാണ്. ആൻഡ് ലാമിൻ യമാലൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമുള്ളൊരു ഫോർമേഷനാണ്. എങ്കിൽ പോലും ഉണ്ടല്ലോ ഭയങ്കര ഒരു ഫിസിക്കൽ ചലഞ്ചുള്ള ഗെയിം. നമ്മൾ ഉറുഗ്വേ മാച്ചിൽ കണ്ടതാണ്. അങ്ങനത്തെ ഒരു ഗെയിം വന്നു കഴിഞ്ഞാൽ സ്പെയിൻ്റെ പ്ലേയേഴ്സൊക്കെ തെറിച്ച് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. ലപ്പോർട്ടയും ഈ പറഞ്ഞ റോട്ടറിയും മാത്രമേ ഒരു എക്സെപ്ഷൻ ഉള്ളൂ. ബാക്കി ആർക്കും അങ്ങനെ ഒരു ഫിസിക്കലി ചലഞ്ചിങ് ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി നേരിടാൻ പോകുന്ന പോർച്ചുഗലിനെയാണ്. അവർ ഫിസിക്കലി നല്ലോണം നിങ്ങളെ ചലഞ്ച് ചെയ്യും. ആൻഡ് പോർച്ചുഗൽ ഹാറ്റ്സ് ഓഫ്, ഫസ്റ്റ് ഹാഫ് മുഴുവൻ നിറഞ്ഞാടി നിങ്ങളാണ് കളിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചാൻസ് പോലും ക്രൊയേഷ്യക്ക് കിട്ടാത്ത രീതിയിലായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മാറിയത്. വിറ്റീനിയ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. വിറ്റീനിയ ആയിക്കോട്ടെ, നെവസ് ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് ഇതുവരെ ടൂർണമെൻറ്റിൽ കണ്ടു തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഗാസ്റ്റൺ റാമോസ് ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ശരിക്കും ക്രൊയേഷ്യൻ ഡിഫൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒന്നൊന്നര ഫിസിക്കൽ ഗെയിം കളിക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു 3ഓളം പ്ലേയേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ചാടി ഒരു ഹെഡ് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ സ്റ്റാർട്ടിംഗ് ലൈനപ്പിന് ഗാസ്റ്റൺ റാമോസ് വേണമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും റൊണാൾഡോനെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് ഞാൻ പറയുന്നത്. പൊസിഷൻ ഒന്ന് മാറ്റാം. ലെഫ്റ്റ് വിങ്ങിലേക്ക് റൊണാൾഡോനെ മാറ്റിയിട്ട് അഴിഞ്ഞാടാൻ വിട്ടിട്ട് റാമോസിനെ സെൻറ്റർ ഫോർവേഡ് നിന്ന് കഴിഞ്ഞാൽ ഗോൾ അടിക്കുന്നതിൻ്റെ പ്രഷർ റൊണാൾഡോയിൽ മാത്രം ഒരു നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പോർച്ചുഗൽ ടീം കിടിലായിരിക്കും. പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ച് ഒരു ഇൻറ്റൻസ് മാച്ച് ആയിരിക്കും. ഞാൻ എന്നാലും സ്പെയിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയണം. ലൂക്കാ മോഡ്രിച്ച്, താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുട്ബോളിംഗ് വണ്ടേഴ്സ്. ശരിക്കും നിങ്ങളും ഒരുപാട് മുമ്പോട്ട്, ക്രൊയേഷ്യയുടെ ടീമും മുമ്പോട്ടും ഈ വേൾഡ് കപ്പിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ലാസ്റ്റ് ഡാൻസ് ആണ്, അത് അറിയാം. എങ്കിൽ പോലും റൊണാൾഡോയുടെ ഒരു ഇഷ്ടം എല്ലാവർക്കും കൂടുതലുള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്രയും നാളായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു ടീമിൻ്റെ ഭാരം ഏറ്റുവാങ്ങി. നിങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ഇതുവരെയും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതൊക്കെ നിങ്ങൾ രണ്ടുപേരും അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും എന്തോ അറിയാതെ റൊണാൾഡോയുടെ കൂടെ നിന്നുപോയി. പക്ഷെ നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. ആൻഡ്രെ പിർലോ ആൻഡ് ലൂക്കാ മോഡ്രിച്ച് രണ്ടുപേരെയാണ് ശരിക്കും ഞാൻ സെൻട്രൽ മിഡ്ഫീൽഡിൽ ഇതുപോലെ അഴിഞ്ഞാടുന്ന മിഡ്ഫീൽഡേഴ്സായിട്ട് ഞാൻ ആരാധിച്ചിട്ടുള്ളത്. ഞാൻ അതുപോലെ കളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. ആ മുടി പാറിയുള്ള ഒരു ഓട്ടം, നിങ്ങളുടെ രണ്ടുപേരുടെയും ടയർലെസ് ആയിട്ടുള്ള റണ്ണ് മിസ് ചെയ്യും, ഉറപ്പായിട്ടും മിസ് ചെയ്യും. എങ്കിൽ പോലും മുമ്പോട്ട് പോയിട്ട് പറ്റുള്ളൂ. ഇറ്റ്സ് എ വേൾഡ് കപ്പ് ടൂർണമെൻറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടേഴ്സ് ദാറ്റ് യു ക്രിയേറ്റഡ് ഇൻ ഫുട്ബോൾ. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ, ആ മാച്ചിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ സ്പെയിൻ്റെ കൂടെ നിൽക്കുള്ളൂ. പക്ഷേ ഡെലാഫുൻറ്റെ കോച്ചിങ്ങിൽ മണ്ടത്തരമൊന്നും കാണിക്കരുത്. നിങ്ങൾ എന്നെക്കാളും, അല്ലെങ്കിൽ ഈ പറഞ്ഞു വെറുതെ തള്ളിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരിക്കില്ല. ശരിക്കും പ്രാക്ടിക്കലി ഒരു ഫീൽഡിൽ വേണ്ടതെന്ന് നിങ്ങളെ എന്നെക്കാൾ അല്ലെങ്കിൽ ഞങ്ങളെക്കാളൊക്കെ അറിയുന്ന ഒരാളാണ്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു അറ്റാക്ക് മൈൻഡ് സെറ്റും കുറച്ചുകൂടെ ഒരു ഫിസിക്കലി ഇൻറ്റൻസ് മാച്ച് നേരിടാനുള്ള പ്രിപ്പറേഷൻ ടീമിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായിരിക്കും ഒരു റിസൾട്ട്? സ്പെയിൻ ജയിക്കുമോ പോർച്ചുഗൽ ജയിക്കുമോ? കമൻറ്റ് ബിലോ.